മണ്ഡലപൂജയ്ക്ക് സമാപനം കുറിച്ച് നടയടയ്ക്കാൻ ഇനി 3 ദിവസം മാത്രം ശേഷിക്കെ വൻ ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ശബരിമലയിൽ നിന്നും നിതിൻ പ്രഭാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് നട തുറന്നത് മുതൽ ശബരിമല സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. മണ്ഡലമാസ പൂജ കഴിഞ്ഞ് നടയടയ്ക്കാൻ ഇനി 3 ദിവസം മാത്രം ശേഷിക്കെ ഭക്തരുടെ ഒരു കൂട്ടമായ ഒഴുക്ക് 18 പടി ചവിട്ടി അയ്യപ്പനെ കാണാനുള്ള ഒരു കൂട്ടമായ ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. നട തുറന്നത് മുതൽ നടപ്പന്തലിലും 18 പടിക്ക് താഴെയുമെല്ലാം അതും അഭൂതപൂർവമായ ഭക്തജന തിരക്കാണുള്ളത്. ഇന്നും നാളെയുമാണ് ഭക്തർക്ക് ഉപാധികളില്ലാതെ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. 25, 26 തീയതികളിൽ തങ്കിയങ്കി സന്നിധാനത്തെത്തുന്ന 25-നും മണ്ഡലമാസ പൂജ നടക്കുന്ന 26-നും ഭക്തരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ഭക്തർ ഇന്നും നാളെയുമായി ദർശനത്തിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതര സംസ്ഥാനത്ത് നടക്കം കൂടുതൽ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തുകയാണ്. ആന്ധ്രയിൽ, തമിഴ്നാട്, കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കൂട്ടമായി കുട്ടികൾ ഉൾപ്പെടെ മാളികപ്പുറങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്തർ ശബരിമല സന്നിധാനത്ത് ദർശനത്തിനായി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. മണ്ഡലമാസ പൂജകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. 25-ന് വൈകിട്ട് തങ്കിയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തും. 6:15 കൂടിയാണ് സന്നിധാനത്ത് തങ്കിയങ്കി ഘോഷയാത്ര എത്തുക. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ജീവനക്കാരും ക്ഷേത്രം തന്ത്രി, മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ ഘോഷയാത്രയെ സ്വീകരിക്കും. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കിയങ്കി ചാർത്തും. തുടർന്ന് ദീപാരാധന സമയത്താണ് തങ്കിയങ്കി ചാർത്തുക. തുടർന്ന് പൂജ നടക്കും. അതിനുശേഷം പിറ്റേ ദിവസം 26-ന് 12-നും 12:30-ക്ക് ഇടയിലുമാണ് മണ്ഡലമാസ പൂജ നടക്കുന്നത്. മണ്ഡലമാസ പൂജ നടത്തി രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി 41 ദിവസത്തെ മണ്ഡലമാസ പൂജകൾക്ക് സമാപനം കുറിക്കുകയാണ്. മണ്ഡലമാസ പൂജകൾക്കായി വിപുലമായ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളുമാണ് സന്നിധാനത്ത് ഇതിനകം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഭക്തർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മറ്റും നേതൃത്വത്തിൽ ശബരിമല സന്നിധാനത്ത് ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏറ്റവും സുഗമമായ രൂപത്തിൽ ഭക്തർക്ക് യാതൊരു പരാതിയോ പരിഭവങ്ങളോ ഇല്ലാത്ത രൂപത്തിൽ മണ്ഡലമാസ പൂജ പൂർത്തീകരിക്കുക എന്നതാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇതിനകം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി മണിക്കൂറുകളോളം കാത്തുനിന്ന് ദർശനം നേടേണ്ട ഒരു സാഹചര്യം ഇത്തവണ ഭക്തർക്കില്ല. നടപ്പന്തലിലും അതിന് പുറത്തും 18 പടിക്ക് താഴെയുമടക്കം മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഭക്തർ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്. ഒരു സുഗമമായ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാത്ത ഒരു മണ്ഡലമാസ കാലത്തിന് കൂടിയാണ് പരിസമാപ്തി കുറിക്കാൻ പോകുന്നത്. എന്തായാലും മണ്ഡലമാസ പൂജയ്ക്ക് മുന്നോടിയായി വലിയ തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. അഭൂതപൂർവമായ ഇടതടവില്ലാത്ത ഭക്തജന പ്രവാഹം ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുകയാണ്.